ഗൈസ് ഈ സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ട് അല്ലെങ്കിൽ സീസണിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടുള്ളൊരു ആക്ഷേപമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ട്. അതായത് ഇഷാൻ പണ്ഡിതയുടെ ഭാവി കളയുന്നു, അല്ലെങ്കിൽ ഇഷാൻ പണ്ഡിതയെ ബെഞ്ചിലിരുത്തി വേരിറക്കി എന്ന് പറയുന്ന കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിമർശനത്തിന് എന്തെങ്കിലും ഒരു കാമ്പുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചില കണക്കുകളൊക്കെ വെച്ചിട്ട് ചില കാര്യങ്ങൾ പരിശോധിച്ച് ഫാക്ട് ചെക്ക് നടത്തിയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇഷാൻ പണ്ഡിത ഈ സീസണിൽ ആകപ്പാടെ കളിച്ചത് 68 മിനിറ്റുകളാണ്. അതായത് 3 മത്സരങ്ങളിൽ നിന്ന് 68 മിനിറ്റുകളാണ് ISL കളിച്ചത്. അതിൽ അദ്ദേഹത്തിന് ഗോളുകളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. ആകപ്പാട് ഒരു ഷോട്ട് മാത്രമാണ്, അതൊരു ഓഫ് ടാർഗറ്റ് ഷോട്ടാണ്. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അദ്ദേഹത്തിന് ഉതിർക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് വളരെ കുറഞ്ഞ മിനിറ്റുകളിലായിട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ സീസണിൽ ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റി FC-ക്കെതിരെ കളിച്ച മത്സരത്തിൽ 2 ഗോളുകൾ അടിച്ചതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഇഞ്ചറി പറ്റിയിട്ട് ഒരുപാട് നാൾ, മാസങ്ങളോളം അദ്ദേഹത്തിന് ഇഞ്ചറി കാരണം കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് ജനുവരി 30-ന് ചെന്നൈയിൻ FC-ക്കെതിരെ നടന്നിട്ടുള്ള മത്സരത്തിലാണ്. അതായത് 18 ISL മത്സരമാണ് അദ്ദേഹത്തിന് ഇഞ്ചറി കാരണം സ്ക്വാഡിൽ പോലും ഉൾപ്പെടാൻ പറ്റാതെ പോയത്. ആ ചെന്നൈയിൻ FC മത്സരത്തിലാണ് അദ്ദേഹം കളിക്കുന്നത്. 10 മിനിറ്റ്സ് മാത്രമാണ് കളിച്ചത്. പിന്നീട് 6 മത്സരങ്ങൾ അദ്ദേഹം സ്ക്വാഡിലുണ്ടായിരുന്നു. 3 മത്സരങ്ങൾ കളിച്ചു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 68 മിനിറ്റ് ആണ് കളിച്ചത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും നേടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിതയോ ക്ലബിനെ ഈ കാര്യത്തിൽ കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ സൂപ്പർ കപ്പിൽ കാറ്റല വന്നതിന് ശേഷം അദ്ദേഹത്തെ കളിപ്പിച്ചില്ല എന്നുള്ളത് നമുക്ക് ഒരു കാര്യമായിട്ട് പറയാം. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇഷാൻ പണ്ഡിത വന്നത് ഒരു തെറ്റായിട്ടുള്ള തീരുമാനമാണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ, കഴിഞ്ഞ സീസണിലാണ് ഇഷാൻ പണ്ഡിത വരുന്നത്. അപ്പോൾ ഇഷാൻ പണ്ഡിത ലാസ്റ്റ് സീസണിൽ 15 മാച്ചസ് ആണ് കളിച്ചത്. ISL 370 മിനിറ്റ് കളിച്ചു. അവിടെ ഒരു ഗോളും ഒരു അസിസ്റ്റും പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 10 ഷോട്ടുകൾ ഉതിർത്തു, എന്നാൽ അതിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് വന്നത്. ഗോളുകൾ അടിക്കാൻ പറ്റാതെ പോയിട്ടുള്ളൊരു സീസണായിരുന്നു ഇഷാൻ പണ്ഡിതയെ സംബന്ധിച്ച്. ISL വന്നതിന് ശേഷമുള്ള ഗോൾ അടിക്കാതെ പോയിട്ടുള്ള ആദ്യത്തെ സീസണാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 370 മിനിറ്റ് അല്ലേ കളിച്ചുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കോച്ചസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യം കുറച്ച് മിനിറ്റ്സാണ് കളിപ്പിക്കുക. അവിടെ അദ്ദേഹം എങ്ങനെ പ്രൂവ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും കൂടുതൽ മിനിറ്റ്സ് കോച്ചസ് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇഷാൻ പണ്ഡിതയുടെ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു സൂപ്പർ സബ്ബായിട്ട് വന്നിട്ടുള്ള പ്ലെയറാണ്. നമുക്കിപ്പം ജംഷഡ്പൂർ FC-യിൽ അതിന് മുന്നത്തെ സീസൺ നോക്കുമ്പോൾ അദ്ദേഹം 625 മിനിറ്റ്സ് കളിച്ചു. അതിൽ കുറേ മത്സരമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം വന്നു. 17 മത്സരങ്ങൾ കളിച്ചു. അത് 2 ഗോൾ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചു. അസിസ്റ്റുകളൊന്നുമില്ല. 18 ഷോട്ട്സാണ് വന്നത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ജംഷഡ്പൂർ FC-യിൽ ആദ്യ സീസൺ ഇതിനേക്കാൾ കുറഞ്ഞ മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 17 മത്സരങ്ങളിൽ 404 മിനിറ്റ്സാണ്. പക്ഷേ 3 ഗോളുകൾ അദ്ദേഹത്തിന് അടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തെ ഒരു സൂപ്പർ സബ് എന്ന നിലയിൽ വളരെ ഒരു ടാലൻ്റ് എന്ന നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഗോവയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസൺ തന്നെയാണ്. ആകെ 11 മത്സരങ്ങൾ, 128 മിനിറ്റ്സാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ആ 128 മിനിറ്റ്സിൽ നിന്ന് അദ്ദേഹം 4 ഗോളുകളാണ് അടിച്ചത് എന്നുള്ളതാണ്. അതായത് ഒരു മത്സരത്തിൽ 2-ൽ കൂടുതൽ ഗോൾ ആവറേജ് എന്ന് പറയുന്നൊരു ലെവലിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 9 ഷോട്ടാണ്, അതിൽ 6 ഷോട്ട് ഓൺ ടാർഗറ്റും അദ്ദേഹം മുതിർത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് 4 ഗോളുകൾ വന്നത് എന്നുള്ളതാണ്. അതായത് ഗോവയിലാണെങ്കിലും ജംഷഡ്പൂർ FC-യിൽ ആദ്യത്തെ സീസണൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇമ്പ്രസ് ചെയ്യാൻ സാധിച്ചു. കോച്ചസ് കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ പറഞ്ഞല്ലോ, ഇപ്പം ജംഷഡ്പൂരിലോ ആദ്യത്തെ സീസണിലുള്ള ഏതാണ്ട് സമയമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഗോവയിലുള്ളതിൻ്റെ 4 ഇരട്ടി സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഗോളിലേക്കൊക്കെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം. പിന്നെ ഈ പറഞ്ഞതുപോലെ പരിക്ക് എന്ന് പറയുന്നൊരു ഫാക്ടറും ഉണ്ട്. ഇനിയിപ്പം ഒരു പരിക്കൊക്കെ മാറി ഒരു കംപ്ലീറ്റ്ലി ഫിറ്റായിട്ട് ഒരു സീസണിലേക്ക് കളിക്കുന്ന സമയത്ത് ചിലപ്പം കൂടുതൽ ഗോൾ അടിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നേക്കാം. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ എഡ്മണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കൊക്കെ വരുന്നു എന്ന വാർത്തയിൽ എഡ്മണ്ടിനെയും ഇഷാനെ പോലെ ബെഞ്ചിലിരുത്തി വേറിറക്കാനാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു വിഷയം, ഇഷാൻ പണ്ഡിതയുടെ ഒരു വിഷയം ഫാക്ട് ചെക്ക് നടത്തി തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്നുള്ളത് തോന്നിയത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. ഇഷാൻ സൈനിങ് ഓഫ്.